എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹിന്ദി സ്റ്റോറിയാണ്. നമ്മുടെ ചാനലിലെ ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത് സ്റ്റോറി ഇടാനാണ്. അപ്പം എപ്പോഴും നമുക്ക് സ്റ്റോറി ഇടാൻ പറ്റില്ല. കാരണം നമ്മുടെ ചാനലിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹിന്ദി എളുപ്പമാക്കുക എന്നാണ്. അപ്പം അത് ഏത് വഴിയിലൂടെയും ഹിന്ദി എളുപ്പമാക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അത് കഥയാവാം, പാട്ടാവാം, ഡയലോഗ്സ് ആവാം, വാക്കുകളാവാം, സെന്റൻസുകളാവാം. അപ്പോൾ ഏത് രീതിയിലൂടെ ആയാലും ഹിന്ദി എങ്ങനെ എളുപ്പമായിട്ട് പഠിക്കാം, ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് സ്റ്റോറി മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതുപോലുള്ള പല കാര്യങ്ങളും പല കണ്ടന്റും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ഇടുന്നത് സ്റ്റോറിയാണ്. ഇന്നത്തെ ഈ നമ്മുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. കഥയുടെ പേരാണ് ആയിന ജൂട്ട് നെഹി ബോൾത്ത. ആയിന ജൂട്ട് നെഹി ബോൾത്ത. ആയിന എന്ന് പറഞ്ഞാൽ കണ്ണാടി, ജൂട്ട് എന്ന് പറഞ്ഞാൽ കള്ളം, നെഹി ബോൾത്ത പറയാറില്ല. ആയിന ജൂട്ട് നെഹി ബോൾത്ത, കണ്ണാടി കള്ളം പറയാറില്ല. ഷോർട്ട് മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും കഥ പൂർണ്ണമായി കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം. एक छोटी सी लड़की थी. एक छोटी सी लड़की थी. एक എന്ന് പറഞ്ഞാൽ ഒരു, एक ഒരു, छोटी सी ചെറിയ, छोटी सी ചെറിയ, ലഡ്കി പെൺകുട്ടി, ലഡ്കി പെൺകുട്ടി, ലഡ്കി ധി എന്ന് പറഞ്ഞാൽ ധി പാസ്റ്റ് ടെൻസിനെ കാണിക്കാനാണ്, ഉണ്ടായിരുന്നു. ഓക്കെ. एक छोटी सी लड़की थी. ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. उसका नाम था जूही. उसका नाम था जूही. उसका नाम, उसका എന്ന് പറഞ്ഞാൽ അവളുടെ, നാം എന്ന് പറഞ്ഞാൽ പേര്. നാം എന്നുള്ള വാക്ക് പുല്ലിംഗായതുകൊണ്ടാണ് ഉസ്ക എന്ന് വന്നത്. ഉസ്ക നാം. അവളുടെ എന്നാവുമ്പോൾ ഉസ്കി നാം എന്ന് വരില്ല. നാം എന്നുള്ള വാക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഉസ്ക വരുന്നത്. ഓക്കെ. ഉസ്ക നാം അവളുടെ, ധ ജൂഹി അല്ലെ. ഉസ്ക നാം ധ ജൂഹി. ഉസ്ക നാം അവളുടെ പേര്, ഉസ്ക നാം ധ അവളുടെ പേരായിരുന്നു ജൂഹി. ഓക്കെ. അവളുടെ പേര് ജൂഹി എന്നായിരുന്നു എന്നാണ് ഈ സെന്റൻസ് മനസ്സിലാക്കി തരുന്നത്. ഉസ്കോ ബാത് ബാത് പർ ഗുസ്സ ഹോത്തി ഥി. ഉസ്കോ ബാത് ബാത് പർ ഗുസ്സ ഹോത്തി ഥി. ഉസ്കോ എന്ന് പറഞ്ഞാൽ അവൾക്ക്, ഉസ്കോ അവൾക്ക്, ബാത് ബാത് പർ, ബാത് എന്ന് പറഞ്ഞാൽ കാര്യം, ബാത് ബാത് പർ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യത്തിന്. ഉസ്കോ ബാത് ബാത് പർ ഗുസ്സ ഹോത്തി ഥി. ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഗുസ്സ ദേഷ്യം, ഹോത്തി ഥി തോന്നുമായിരുന്നു, പാസ്റ്റ് ടെൻസ് ആണ്. ഹോന എന്ന് പറഞ്ഞാൽ തോന്നുക, ഹോത്തി ഥി എന്ന് പറഞ്ഞാൽ തോന്നിയിരുന്നു. ഓക്കെ. തോന്നുമായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ആരുടെ കാര്യ പറയുന്നത്? ജൂഹി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യമാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഹോത്തി ഥി എന്ന് വരുന്നത്. ഉസ്കോ ബാത് ബാത് പർ ഗുസ്സ ഹോത്തി ഥി. അവൾക്ക് നിസ്സാര കാര്യത്തിന് ദേഷ്യം തോന്നുമായിരുന്നു. ഉസ്കി മാ ഉസെ ഹമേശ സംജാത്തി രഹതി കി ജൂഹി ബേട്ട ഇത്ന ഗുസ്സ കർന അച്ഛി ബാത് नहीं है. उसकी माँ उसे हमेशा समझाती रहती कि ജൂഹി ബേട്ട ഇത്ന ഗുസ്സ കർണ അച്ഛി ബാത് नहीं है. ഉസ്കി മാ, മാ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ് ശബ്ദമാണ് അല്ലെ, അമ്മ. അപ്പോ മാ എന്നുള്ള വാക്ക് സ്ത്രീലിംഗ് ശബ്ദം ആയതുകൊണ്ടാണ് അതിനു മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന സർവന അല്ലെങ്കിൽ പ്രൊനൗൺ ഉസ്കി എന്നായത്. ഓക്കെ. അല്ലാതെ അവളുടെ എന്നുള്ള അർത്ഥം കാണിക്കാനല്ല. അവളുടെ അമ്മ, അമ്മ എന്നുള്ള വാക്ക് വന്നതുകൊണ്ടാണ് ഉസ്കി മാ എന്ന് വന്നത്. ഇനി മാ എന്നുള്ള വാക്കിന് പകരം അവിടെ ഒരു പുല്ലിംഗ് ശബ്ദമാണെങ്കിൽ, ഇപ്പൊ കമര, അവളുടെ മുറി എന്നാണെങ്കിൽ ഉസ്ക കമര എന്നേ വരുള്ളൂ. ഓക്കെ. ഉസ്ക കമര. അല്ലാതെ അവളുടെ എന്നുള്ള കാണിക്കാൻ ഉസ്കി കമര എന്ന് നമ്മൾ പ്രയോഗിക്കില്ല. അപ്പൊ ഉസ്കി മാ അവളുടെ അമ്മ, ഉസെ, ഉസെ എന്ന് പറഞ്ഞാൽ അവളെ, അതായത് ജുഹിയെ. ഉസ്കി മാ ഉസെ അവളുടെ അമ്മ അവളെ, ഹമേശ, ഹമേശ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അല്ലെങ്കിൽ എപ്പോഴും, ഓൾവേസ്. സംജാത്തി രഹതി കി, സംജാന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക,
സംജാതി രതി അതായത് മനസ്സിലാക്കുമായിരുന്നു. എന്താണ്? ജുഹി ബേട്ട, ജുഹി ബേട്ട. ഇവിടെ ബേട്ട എന്ന വാക്കിനർത്ഥം മകനെ എന്നാണ്. ഓക്കെ, ഇവിടെ ജുഹി പെൺകുട്ടിയാണ്, പക്ഷെ പെൺകുട്ടിയോടുള്ള കൂടുതൽ സ്നേഹം കാണിക്കാനാണ് മകനെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള നമ്മുടെ പഴയൊരു വീഡിയോയിൽ ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദിക്കാര് പെൺകുട്ടികളെ കൂടുതലും ബേട്ട എന്ന് വിളിക്കാറുണ്ട്. അതായത് ആ കുട്ടിയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് അങ്ങനെ വിളിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മോനെ എന്നുള്ള അർത്ഥത്തിലല്ല. ജുഹി ബേട്ട. ഓക്കെ, ഇവിടെ മോനെ എന്നുള്ള അർത്ഥമല്ല, മോളെ എന്ന് തന്നെയാണ്, പക്ഷെ സ്നേഹം കൂടുതൽ കൊണ്ടാണ്. ഇത്തന ഗുസ്സ കർണ അച്ചി ബാത് നെയ്യേ. ഇത്തന ഗുസ്സ, ഇത്രയും ഗുസ്സ. ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം. ഗുസ്സ കർണ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ഇത്തന ഗുസ്സ കർണ, ഇത്രയും ദേഷ്യപ്പെടുന്നത്, അച്ചി ബാത്, അച്ചി മീൻസ് നല്ലത്, ബാത് എന്ന് പറഞ്ഞാൽ കാര്യം, അച്ചി ബാത് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം, നെഹി ഹേ അല്ല. ഓക്കെ, ജുഹി ബേട്ട ഇത്തന ഗുസ്സ കർണ അച്ചി ബാത് നീയേ. ജുഹി ബേട്ട ഇത്രയും ദേഷ്യപ്പെടുന്നത്, ഇത്തന ഗുസ്സ കർണ ഇത്രയും ദേഷ്യപ്പെടുന്നത്, അച്ചി ബാത് നീയേ നല്ല കാര്യമല്ല. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഉസ്കി മാ ഉസെ ഹമേശ സംജാതി രഹതി കി ജുഹി ബേട്ട ഇത്തന ഗുസ്സ കർണ അച്ചി ബാത് നീയേ. അവളുടെ അമ്മ അവളെ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. എന്താണ്? ആ എന്താണെന്ന് കാണിക്കാനാണ് കീ യൂസ് ചെയ്യുന്നത് കേട്ടോ. കീയുടെ വള്ളി ലെഫ്റ്റ് സൈഡിലേക്കാണ്, അത് കണ്ടിന്യൂഷൻ പറയാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. ഉസ്കി മാ ഉസെ ഹമേശ സംജാതി രഹതി, അവളുടെ അമ്മ അവളെ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. എന്ത്? കി ജുഹി ബേട്ട ഇത്തന ഗുസ്സ കർണ അച്ചി ബാത് നീയേ. ജുഹി ബേട്ട ഇത്രയും ദേഷ്യപ്പെടുന്നത് നല്ല കാര്യമല്ല. ഓക്കെ, ഇത്രയാണ് ആ സെന്റൻസിൽ പറയുന്നത്. ലേക്കിൻ फिर भी उसके स्वभाव में कोई बदलाव नहीं आया. लेकिन फिर भी उसके स्वभाव में कोई बदलाव नहीं आया. ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ, ഫിർ ബി എന്ന് പറഞ്ഞാൽ വീണ്ടും അല്ലെങ്കിൽ എന്നിട്ടും. ലേക്കിൻ ഫിർ ബി പക്ഷെ എന്നിട്ടും, ഉസ്കെ സ്വഭാവമേ, ഉസ്കെ എന്ന് പറഞ്ഞാൽ അവളുടെ, സ്വഭാവം എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, സ്വഭാവം, സ്വഭാവമേം എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ. ലേക്കിൻ ഫിർ ബി ഉസ്കെ സ്വഭാവമേ പക്ഷേ എന്നിട്ടും അവളുടെ സ്വഭാവത്തിൽ, കോയി ബദലാവ് ഒരു മാറ്റവും, കോയി എന്ന് പറഞ്ഞാൽ ഒരു, ബദലാവ് എന്ന് പറഞ്ഞാൽ മാറ്റം, ചേഞ്ചസ്. കോയി ബദലാവ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും, നെഹി ആയ, നെഹി എന്ന് പറഞ്ഞാൽ ഇല്ല, ആയ എന്ന് പറഞ്ഞാൽ വന്നു, നെഹി ആയ എന്ന് പറഞ്ഞാൽ വന്നില്ല. എന്താ വരാത്തത്? സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നില്ല. ലേക്കിൻ ഫിർ ബി ഉസ്കെ സ്വഭാവമേ കോയി ബദലാവ് നെഹി ആയ എന്നിട്ടും അവളുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നില്ല. ഏക് ദിൻ ജൂഹി അപ്ന ഹോംവർക്ക് കർനെ മേ വ്യസ്ത थी. ഏക് ദിൻ ജൂഹി അപ്ന ഹോംവർക്ക് കർനെ മേ വ്യസ്ത थी. ഏക് എന്ന് പറഞ്ഞാൽ ഒരു, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം. ഏക് ദിൻ ഒരു ദിവസം, ജൂഹി ആ പെൺകുട്ടിയുടെ പേരാണ് ജൂഹി. അപ്ന ഹോംവർക്ക്, അപ്ന എന്ന് പറഞ്ഞാൽ അവളുടെ അല്ലെങ്കിൽ സ്വന്തം. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൃഹകാര്യം എന്നുള്ള വാക്കും ഹിന്ദിയിൽ പ്രയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് വാക്ക് നമ്മൾ പൊതുവെ നമ്മുടെ കൺവേഴ്സേഷനിൽ ഉൾപ്പെടുത്താറുള്ളതുകൊണ്ട് ഹോംവർക്ക് എന്നും കൊടുക്കാം. ഓക്കെ, ജൂഹി അപ്ന ഹോംവർക്ക്, ജൂഹി തന്റെ ഹോംവർക്ക് അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യുന്ന വർക്ക്, സ്കൂളിൽ നിന്ന് കൊടുത്തുവിടുന്ന ഹോംവർക്ക് അല്ലെ. കർണേമേം, കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക, കർണേമേം ചെയ്യുന്നതിൽ. ഏക് ദിൻ ജൂഹി അപ്ന ഹോംവർക്ക് കർണേമേം ഒരു ദിവസം ജൂഹി അവളുടെ ഹോംവർക്ക് ചെയ്യുന്നതിൽ, വ്യസ്ത थी, വ്യസ്ത് എന്ന് പറഞ്ഞാൽ ബിസി, തിരക്ക്. വ്യസ്ത थी എന്ന് പറഞ്ഞാൽ തിരക്കിലായിരുന്നു, പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, വാസ് ബിസി എന്ന് നമ്മൾ പറയില്ലേ ഇംഗ്ലീഷിൽ, അതുപോലെ. ഏക് ദിൻ ജൂഹി അപ്ന ഹോംവർക്ക് കർണേമേം വ്യസ്ത थी, ഒരു ദിവസം ജൂഹി അവളുടെ ഹോംവർക്ക് ചെയ്യുന്നതിൽ തിരക്കിലായിരുന്നു. ഉസ്കി ടേബിൾ पर एक सुंदर सा फूलों से सजा पोट रखा था. उसकी टेबल पर एक सुंदर सा फूलों से सजा पोट रखा था. उसकी टेबल पर, उसकी അവളുടെ, ടേബിൾ മീൻസ് ടേബിൾ, ടേബിൾ സ്ത്രീലിംഗം ആയതുകൊണ്ട് ഉസ്കി ടേബിൾ. ഓക്കെ, ഉസ്കി ടേബിൾ പർ
പർ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ, ഓൺ എന്നാണ് അർത്ഥം. ഓക്കെ, ഓൺ ദ ടേബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഉസ്കി ടേബിൾ പർ, അവളുടെ ടേബിളിൽ എക് സുന്ദർ സ, സുന്ദർ മീൻസ് ബ്യൂട്ടിഫുൾ, സുന്ദരമായ, ഫൂലോസെ, ഫൂൽ മീൻസ് ഫ്ലവർ, ഫൂൽ ഫ്ലവർ, ഫൂലോസെ, ഫൂലോ എന്ന് പറയുമ്പോൾ പൂക്കൾ ഒന്നിലധികമാവും അല്ലെ, പൂവല്ല പൂക്കൾ പ്ലൂറൽ ആവും. ഫൂലോസെ, സേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പൂക്കളാൽ, അതായത് പൂക്കൾ കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഫൂലോസെ, പൂക്കളാൽ, സജ പോട്ട് രക്കാത, സജാന എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക, സജാന അലങ്കരിക്കുക, സജ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അലങ്കരിക്കപ്പെട്ട. ഓക്കെ, ഫൂലോസെ സജ, പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട, പോട്ട് രക്കാത, പോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫ്ലവർ പോട്ട്, ഫ്ലവർ പോട്ട് എന്താ നിങ്ങൾക്ക് അറിയാലോ, പൂക്കൾ വെക്കുന്ന ഒരു മണ്ണിന്റെയോ അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിനെയാണ് നമ്മൾ ഫ്ലവർ പോട്ട് എന്ന് പറയുന്നത്. ഭംഗിക്ക് നമ്മൾ ടേബിളിൽ വെക്കുന്ന ആ ഒരു ഫ്ലവർ പോട്ട്. ഉസ്കി ടേബിൾ പർ, അവളുടെ ടേബിളിൽ, എക് സുന്ദർ സ, ഒരു സുന്ദരമായ, ഫൂലോസെ സജ, പൂക്കളാൽ, സജ, സജാന അലങ്കരിക്കുക, സജ അലങ്കരിക്കപ്പെട്ട, പോട്ട് രക്കാത, ഒരു പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തബി ഉസ്കെ ചോटे भाई का हाथ उस पोट से टकराया और गिरने पर उसके कई टुकड़े हो गए. तभी उसके छोटे भाई का हाथ उस पोट से टकराया और गिरने पर उसके कई टुकड़े हो गए. തബി എന്ന് പറഞ്ഞാൽ അപ്പോൾ, തബി അപ്പോൾ, ഉസ്കെ ചോട്ടെ ഭായി, ചോട്ടെ ഭായി എന്ന് പറഞ്ഞാൽ ചെറിയ സഹോദരൻ. ഓക്കെ, യങ് ബ്രദർ. ഉസ്കെ ചോട്ടെ ഭായി, അവളുടെ യങ് ബ്രദർ, കാ ഹാത്ത്, ഹാത്ത് എന്താണ്, കൈ, ഹാൻഡ്. ഓക്കെ, ഉസ്കെ ചോട്ടെ ഭായി കാ ഹാത്ത്, അവളുടെ ചെറിയ സഹോദരന്റെ കൈ, ഉസ് പോട്ട് സെ, ആ പോട്ട്, ഉസ് പോട്ട് എന്ന് പറയുമ്പോൾ ആ പോട്ട്, അതായത് ഫ്ലവർ പോട്ട്, സേ, സേ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ എന്താണ്, ഫ്ലവർ പോട്ടിൽ, ഫ്ലവർ പോട്ട് സേ ടക്രായ, ടക്രാര മീൻസ് തട്ടുക, കൂട്ടിയിടിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ കൈ ഫ്ലവർ പോട്ടിൽ തട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. തബി ഉസ്കെ ചോട്ടെ ഭായി കാ ഹാത്ത് ഉസ് പോട്ട് കോ ടക്രായ, അപ്പോൾ അവളുടെ സഹോദരന്റെ കൈ ആ ഫ്ലവർ പോട്ടിൽ തട്ടി. ഓർ ഗിർനെ പർ, ഗിർന മീൻസ് വീഴുക, ഓർ ഗിർനെ പർ, അതുകൂടാതെ എന്ത് സംഭവിച്ചു, ഗിർനെ പർ, താഴെ വീണപ്പോൾ, ഉസ്കെ കൈ ടുക്കടെ ഹോ ഗയേ, ഉസ്കെ മീൻസ് അതിന്റെ അല്ലെ, ആ ഫ്ലവർ പോട്ടിന്റെ കൈ ടുക്കടെ ഹോ ഗയേ, കൈ മീൻസ് കുറച്ച്, ടുക്കടെ മീൻസ് കഷ്ണങ്ങൾ, പീസസ്, ഹോ ഗയേ ആയി, ഉസ്കെ കൈ ടുക്കടെ ഹോ ഗയേ, അതിന്റെ കൈ ടുക്കടെ, കൈ മീൻസ് മെനി, ടുക്കടെ പീസസ്, ഹോ ഗയേ ആയി, അപ്പോൾ അത് പല കഷ്ണങ്ങളാവുകയും ചെയ്തു. തബി ഉസ്കെ ചോട്ടെ ഭായി കാ ഹാത്ത് ഉസ് പോട്ട് സെ ടക്രായ, അപ്പോൾ അവളുടെ സഹോദരന്റെ കൈ ആ ഫ്ലവർ പോട്ടിൽ തട്ടി. ഓർ ഗിർനെ പർ ഉസ്കെ കൈ ടുക്കടെ ഹോ ഗയേ, അത് വീണപ്പോൾ അത് പല കഷ്ണങ്ങളാവുകയും ചെയ്തു. ജുഹി ഗുസ്സെ സെ ബൗഖല ഉടി, ജുഹി ഗുസ്സെ സെ ബൗഖല ഉടി, ജുഹി എന്ന് പറയുന്നത് ആ പെൺകുട്ടി, പെൺകുട്ടിക്ക് എന്ത് പറ്റി, ഫ്ലവർ പോട്ട് അവിടെ താഴെ വീണപ്പോൾ, ഗുസ്സേസെ ബൗഖല ഉടി, ഗുസ്സ ദേഷ്യം, ഗുസ്സേസെ ദേഷ്യം കൊണ്ട്, ബൗഖല ഉടി, ബൗഖല ഉടന എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തയായി എന്ന് നമ്മൾ പറഞ്ഞ, ദേഷ്യം വന്ന് എനിക്ക് വട്ട് പിടിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നത്, അതുപോലെ ദേഷ്യം വന്നിട്ട് ജുഹി ബൗഖല ഉടി, പരിഭ്രാന്തയായി. ജുഹി ഗുസ്സേസെ ബൗഖല ഉടി, ജുഹി ദേഷ്യം കൊണ്ട് പരിഭ്രാന്തയായി. तभी वह उसकी माँ ने एक आईना लाकर उसके सामने रख दिया. तभी वह उसकी माँ ने एक आईना लाकर उसके सामने रख दिया. तभी എന്ന് പറഞ്ഞാൽ അപ്പോൾ, തബി അപ്പോൾ, വഹ, വഹ എന്ന് പറഞ്ഞാൽ അവിടെ, വഹ അവിടെ, ഉസ്കി മാ അവളുടെ അമ്മ, ഉസ്കി മാനെ അവളുടെ അമ്മ എന്തു ചെയ്ത കാര്യമാണ് പറയുന്നത്, അതുകൊണ്ടാണ് മായുടെ കൂടെ നേവ് കൂടി വന്നത്. ഉസ്കി മാനെ അവളുടെ അമ്മ, ഏക് ആയിന ലാക്കർ, ഏക് മീൻസ് ഒരു, ആയിന എന്ന് പറഞ്ഞാൽ മിറർ കണ്ണാടി, ഏക് ആയിന ലാക്കർ
ലാക്കർ മീൻസ് കൊണ്ടുവരിക. ഒരു കണ്ണാടി കൊണ്ടുവന്നിട്ട് ഉസ്കെ സാമനെ രഖ് ദിയ. ഉസ്കെ സാമനെ രഖ് ദിയ. ഇവിടെ ആരുടെ മുമ്പിലാ കൊണ്ടുവന്ന് വെച്ചത്? സാമനെ രഖ് ദിയ എന്ന് പറഞ്ഞാൽ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ. തബി വഹ ഉസ്കി മാനെ, അപ്പൊ അവിടെ ജുഹിയുടെ അമ്മ എക് ആയിന ലാക്കർ, ഒരു കണ്ണാടി കൊണ്ടുവന്ന് ഉസ്കെ സാമനെ രഖ് ദിയ, അവളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അവളുടെ അമ്മ എക് ആയിന ലാക്കർ, ഒരു മിറർ, ആയിന മിറർ കണ്ണാടി, എക് ആയിന ലാക്കർ ഒരു മിറർ കൊണ്ടുവന്നിട്ട് ഉസ്കെ സാമനെ അവളുടെ മുമ്പിൽ രഖ് ദിയ, രഖ്ന മീൻസ് വെക്കുക, രഖ് ദിയ വെച്ചു. അബ് ഗുസ്സെ സെ ഭരി ജുഹി ने अपनी शक्ल आईने में देखी जो कि गुस्से में बहुत ही बुरी लग रही थी. अब गुस्से से, अब मीन्स ഇപ്പോൾ, अब ഇപ്പോൾ, ഗുസ്സെ സെ ഭരി, ഗുസ്സ മീൻസ് ദേഷ്യം, ഭരി എന്ന് പറഞ്ഞാൽ നിറഞ്ഞ, ഗുസ്സെ സെ ഭരി ദേഷ്യത്താൽ നിറഞ്ഞ, ജുഹീനെ, ജുഹീനെ നേ വരുന്ന എപ്പോഴാ? പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം പറയുമ്പോഴാണ്. അപ്പൊ ജുഹി എന്തോ കാര്യം ചെയ്തു എന്ന് പറയാനാണ്. ജുഹിനെ ക്യാ കിയാ? അപ്നി ശക്കൽ ആയിനെ മേ ദേഖി. അപ്നി ശക്കൽ, ശക്കൽ മീൻസ് മുഖം, അപ്നി ശകൽ സ്വന്തം മുഖം, ഗുസ്സേമേം, ഗുസ്സ മീൻസ് ദേഷ്യം, ഗുസ്സേമേം ദേഷ്യത്തിൽ, ബൗത് ഹി ബുരി ലഗ് രഹി തി, ബൗത് ഹി എന്ന് പറഞ്ഞാൽ വളരെയധികം, ബുരി ലഗ് രഹി തി മോശമായിട്ട് തോന്നിയിരുന്നു. അബ് ഗുസ്സെ സെ ബരി ജുഹീനെ അപ്നി ശക്കൽ, ശക്കൽ എന്ന് പറഞ്ഞാൽ മുഖം, അപ്നി ശകൽ തന്റെ മുഖം, ആയിനേമേം ദേഖി, ആയിന മിറർ കണ്ണാടി, ആയിനേമേം കണ്ണാടിയിൽ, ദേഖി, ദേഖി എന്ന് പറഞ്ഞാൽ നോക്കി. ഓക്കെ. അബ് ഗുസ്സെ സെ ബരി ജുഹീനെ അപ്നി ശക്കൽ ആയിനേമേം ദേഖി, ശക്കൽ മീൻസ് മുഖം. ഓക്കെ. അപ്നി ശക്കൽ സ്വന്തം മുഖം, ആയിനേമേം ദേഖി, ആയിന കണ്ണാടി, ആയിനേമേം കണ്ണാടിയിൽ, ദേഖി കണ്ടു അല്ലെങ്കിൽ നോക്കി. ജോക്കി അത്, ഗുസ്സേമേം, ഗുസ്സ ദേഷ്യം, ഗുസ്സേമേം ദേഷ്യത്തിൽ, ബൗധി, ബൗധ് എന്ന് വെച്ചാൽ വളരെ, ബൗധി വളരെയധികം, ബുരി ലഗ് രഹി തി, ബുരി മീൻസ് ബുര, മോശം എന്നാണ് അർത്ഥം. ബുരി ലഗ്ന മോശമായിട്ട് തോന്നുക, ബുരി ലഗ് രഹി തി മോശമായിട്ട് തോന്നിയിരുന്നു. അബ് ഗുസ്സെ സെ ഭരി ജുഹീനെ അപ്നി ശക്കൽ ആയിനെ മേ ദേഖി ജോ കി ഗുസ്സെ മേ ബൗത് ഹി ബുരി ലഗ് രഹി തി. ഇപ്പോൾ ദേഷ്യത്താൽ നിറഞ്ഞ ജുഹി തന്റെ മുഖം കണ്ണാടിയിൽ കണ്ടു. അത് അവൾക്ക് വളരെ മോശമായിട്ട് തോന്നി. കണ്ണാടിയിലൊട്ടും ദേഷ്യപ്പെടുന്നത് ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നിയില്ല, മോശമായിട്ട് തോന്നി. അപ്നാ ऐसा बिगड़ा चेहरा देखते ही जूही का गुस्सा चूमंदर हो गया. अपना ऐसा बिगड़ा चेहरा देखते ही जूही का गुस्सा चूमंदर हो गया. അപ്ന, അപ്ന എന്ന് പറഞ്ഞാൽ തന്റെ അല്ലെങ്കിൽ സ്വന്തം, ഐസ ബിഗട അങ്ങനെയുള്ള, ബിഗട ചേര, ചേര മുഖം, ഫേസ്, ബിഗട ചേര എന്ന് പറഞ്ഞാൽ ചീത്തയായ മുഖം അല്ലെങ്കിൽ വികൃതമായ മുഖം, ദേഖ്തേ ഹി, ദേഖ്ന കാണുക, ദേഖ്തേ ഹി കണ്ടപ്പോ തന്നെ, ജുഹി ക ഗുസ്സ, ജുഹി ആ പെൺകുട്ടിയുടെ പേരാണ് ജുഹി, ഗുസ്സ ദേഷ്യം, ജുഹി ക ഗുസ്സ പെൺകുട്ടിയുടെ ദേഷ്യം, ചൂമന്ദർ ഹോഗയ, നിങ്ങൾക്ക് ഈ വാക്ക് പുതിയ വാക്കായിരിക്കാം. ചൂമന്ദർ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക, ഓക്കെ, കാണാതാവുക എന്നൊക്കെയാണ് അർത്ഥം. ചൂമന്ദർ ഹോഗയ അപ്രത്യക്ഷമായി. അപ്ന ഐസ ബിഗടാ ചേര ദേഖ്തേ ഹി ജൂഹി കാ ഗുസ്സ ചൂമന്ദർ ഹോഗയ. അപ്ന ഐസ ബിഗടാ ചേര ദേഖ്തേ ഹി തന്റെ വികൃതമായ മുഖം കണ്ടപ്പോൾ തന്നെ, അപ്ന ഐസ ബിഗടാ ചേര ദേഖ്തേ ഹി ജൂഹി കാ ഗുസ്സ ചൂമന്ദർ ഹോഗയ. അപ്ന സ്വന്തം അല്ലെങ്കിൽ തന്റെ, ഐസ ബിഗടാ ചേര ഇത്രയും വികൃതമായ മുഖം അല്ലെങ്കിൽ മോശമായ മുഖം, ദേഖ്തേ ഹി കണ്ടപ്പോൾ തന്നെ, ജുഹി ക ഗുസ്സ ജുഹിയുടെ ഗുസ്സ അല്ലെങ്കിൽ ദേഷ്യം, ജുഹി എന്ന പെൺകുട്ടിയുടെ ദേഷ്യം, ചൂമന്ദർ ഹോഗയ, ചൂമന്ദർ ഹോന എന്ന് പറഞ്ഞാൽ കാണാതാവുക, അപ്രത്യക്ഷമാവുക. ഇവിടെ ജുഹി ക ഗുസ്സ ചൂമന്ദർ ഹോഗയ, ഗുഹിയുടെ ദേഷ്യം കാണാതായി, അപ്രത്യക്ഷമായി. तब उसकी माँ ने कहा, देखा जूही, गुस्से में तुम्हारी शक्ल आईने में कितनी बुरी लगती है, क्योंकि आईना कभी झूठ नहीं बोलता. तब उसकी माँ ने कहा, देखा जूही, गुस्से में तुम्हारी शक्ल आईने में कितनी बुरी लगती है, क्योंकि आईना कभी
झूठ नहीं बोलता। तब तब എന്ന് പറഞ്ഞാൽ അപ്പോൾ, തബ് അപ്പോൾ, ഉസ്കി മാ അവളുടെ അമ്മ, ഉസ്കി മാനെ അവളുടെ അമ്മ എന്തോ ചെയ്തു അല്ലെങ്കിൽ എന്തോ പറഞ്ഞു, അതുകൊണ്ടാണ് നെ ചേർക്കുന്നത്. ഉസ്കി മാനെ കഹ, കഹ മീൻസ് പറഞ്ഞു. ഓക്കെ, അതായത് പ്രസന്റ് ആ ഒരു വാക്കിനെ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ആ ചെയ്ത ആളുടെ കൂടെ നമ്മൾ നെ ചേർക്കും. ഉസ്കി മാനെ കഹ അവളുടെ അമ്മ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദേഖ ജുഹി, ദേഖ മീൻസ് കണ്ടോ, ജുഹി ജുഹി നീ കണ്ടോ, ഗുസ്സേമേം ഗുസ്സ ദേഷ്യ കോപ, ഗുസ്സേമേം ദേഷ്യത്തിൽ, തുമാരി ശക്കൽ, ശക്കൽ എന്ന് പറഞ്ഞാൽ ഫേസ് ചേര, തുമാരി ശക്കൽ നിന്റെ മുഖം. അപ്പൊ ഇവിടെ ശക്കൽ എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് തുമാരി എന്ന് ചേർത്തിരിക്കുന്നത്. തുമാരി ശക്കൽ നിന്റെ മുഖം, ആയിനേമേം ആയിന മീൻസ് മിറർ കണ്ണാടി, ആയിനേമേം കണ്ണാടിയിൽ, കിത്നി ബുരി ലക്തിയെ, കിത്നി മീൻസ് എത്ര, ബുരി ലക്തിയെ ബുര എന്ന് പറഞ്ഞാൽ മോശം, ലഗ്ന എന്ന് പറഞ്ഞാൽ തോന്നുക, മോശമായിട്ട് തോന്നുക. കിത്നി ബുരി ലക്തിയെ എത്ര മോശമായിട്ടാണ് തോന്നുന്നത്. ക്യോങ്കി ആയിന കബി ജൂഡ് നെയ് ബോൾത്ത, ക്യോങ്കി മീൻസ് കാരണം, ആയിന കബി ആയിന മിറർ, കബി മീൻസ് ഒരിക്കലും, ചൂട് നെയ് ബോൾത്ത ചൂട് എന്ന് പറഞ്ഞാൽ കള്ളം, ചൂട് നെയ് ബോൾത്ത കള്ളം പറയാറില്ല എന്നാണ് പറയുന്നത്. अब जूही को पता चल गया था कि गुस्सा करना कितना बुरा होता है. अब जूही को पता चल गया कि गुस्सा करना कितना बुरा होता है. അതായത് ആ പെൺകുട്ടി ജൂഹിക്കോ പതാ ചൽ ഗയാ, പതാ ചൽന എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക, അറിയാൻ സാധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അബ് ജൂഹിക്കോ പതാ ചൽ ഗയാ ഥാ കി, ഇപ്പോ ജൂഹിക്ക് മനസ്സിലായി. എന്താണ്? പതാ ചൽ ഗയാ ഥാ കി, കി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ലെഫ്റ്റിലേക്ക് കീടവള്ളി ഇടുന്നത് കണ്ടിന്യൂവേഷൻ എന്താണ് മനസ്സിലായത് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് അതിന്റെ കണ്ടിന്യൂവേഷൻ പറയാൻ വേണ്ടിയാണ്. അബ് ജൂഹിക്കോ പതാ ചൽ ഗയാ ഥാ കി, ഇപ്പോൾ ജൂഹിക്ക് മനസ്സിലായി എന്താണ്? ഗുസ്സ കർണ കിത്ന ബുര ഹോത്താ ഹൈ, ഗുസ്സ മീൻസ് ദേഷ്യം, ഗുസ്സ കർണ ദേഷ്യപ്പെടുക, കിത്ന ബുര ഹോത്താ ഹൈ കിത്ന എത്ര, ബുര ഹോത്താ ഹൈ മോശമാണ്. अब जूही को पता चल गया था कि गुस्सा करना कितना बुरा होता है, ഇപ്പോ ജൂഹിക്ക് മനസ്സിലായി ദേഷ്യപ്പെടുന്നത് എത്ര മോശമാണെന്ന്. तभी से उसने गुस्सा ना करने का एक वादा अपने आप से किया. तभी से उसने गुस्सा ना करने का एक वादा अपने आप से किया. തബി മീൻസ് അപ്പോൾ, തബി സെ മീൻസ് അപ്പോൾ മുതൽ അല്ലെങ്കിൽ അന്ന് തൊട്ട്, ഉസ്നെ അവൾ, ഗുസ്സ നാ കർണേക്ക ഗുസ്സ ദേഷ്യം, ഗുസ്സ നാ കർണ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടാതിരിക്കുക, ഗുസ്സ നാ കർണേക്ക ദേഷ്യപ്പെടില്ലെന്ന്, ഏക് വാദ, ഏക് മീൻസ് ഒരു, വാദ മീൻസ് വാഗ്ദാനം, പ്രോമിസ്, ഏക് വാദ ഒരു വാഗ്ദാനം, അപ്നെ ആപ്പ്, അപ്നെ ആപ്പ് എന്ന് പറഞ്ഞാൽ സ്വയം, ഓക്കെ, അപ്നെ ആപ്പ് സെ സ്വയം, കിയ ചെയ്തു. തബി സെ ഉസ്നെ ഗുസ്സ നാ കർണേക്ക ഏക് വാദ അപ്നെ ആപ്പ് സെ കിയ, അന്ന് തൊട്ട് അവൾ ദേഷ്യപ്പെടില്ലെന്ന് തന്നോട് തന്നെ വാഗ്ദാനം ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. ഒരു കണ്ണാടി അല്ലെങ്കിൽ ഒരു ആയിന എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡ്സും അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാണ്. ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ പല രീതിയിൽ ഉപദേശിക്കുകയും പറയുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ എപ്പോഴാണ് അത് പഠിക്കുന്നത്? സ്വന്തമായിട്ട് അനുഭവം വരുമ്പോഴാണ്, അല്ലെങ്കിൽ സ്വയം ആ കാര്യത്തെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ഉള്ള തെറ്റുകളെ തിരുത്താൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് ആരൊക്കെ ചൂണ്ടിക്കാണിച്ചാലും സ്വയം മനസ്സിലാക്കി തിരുത്തിയാൽ മാത്രമേ അതിനൊരു മാറ്റം സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഇന്നത്തെ കഥയിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അത് നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നതിൽ പകുതിയിലധികം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി ഇനിയും കാണാം.